സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ റെസിപ്പികൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ മറ്റുള്ളവരുമായിട്ട് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഓരോ വീഡിയോസും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തത്തുള്ളൂ. ഞങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ട്. നമ്മുടെ ഈ ഫാമിലി വളരുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ആപ്പിൾ ആൽമണ്ട് കേക്ക്. ഈ ആപ്പിൾ കേക്ക് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ആപ്പിൾ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ആപ്പിളാണ് ഇതിലേക്ക് എടുക്കുന്നത്. വലിയ സൈസിലുള്ള ആപ്പിളാണെങ്കിൽ 1.5 ആപ്പിൾ മതിയാവും. ഇതിൻ്റെ തൊലി ചെത്തി മാറ്റി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് ഇതിനുള്ളിലെ കുരുകൾ കൂടി കളയാം. ഇപ്പോഴിത് വലിയ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്ററിലെ വലിയ ഹോൾസിക്കോടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം 2 കപ്പ് അളവാണ് ഈ കേക്കിലേക്ക് എടുക്കുന്നത്. വെയിറ്റ് പറഞ്ഞാൽ 300 ഗ്രാംസ് വരും. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഷുഗർ കാരമൽ റെഡിയാക്കാം. അതിനായി ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നു. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്ത് തുടങ്ങാം. പഞ്ചസാര ഒന്ന് ഉരുക്കി തുടങ്ങുമ്പോഴേക്ക് ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റാം. ഇത് നന്നായി അലിഞ്ഞ് ഒരു 1/4 ഭാഗവും അലിഞ്ഞതിന് ശേഷം ഇളക്കി തുടങ്ങിയാൽ മതി. ഇളക്കണമെന്ന നിർബന്ധമില്ല. പാൻ എടുത്ത് ചുറ്റിച്ച് പഞ്ചസാര മുഴുവൻ ഉരുക്കിയെടുത്താൽ മതി. ഇവിടെ ഒരു 1/4 ഭാഗം പഞ്ചസാരയും ഉരുക്കി കഴിഞ്ഞു. സൈഡിലൊക്കെ ഉരുകാതെ കിടക്കുന്നത് സെൻറ്ററിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് പഞ്ചസാര ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഉരുക്കിയാൽ മതി. ഒത്തിരി അങ്ങ് ഡാർക്ക് കളർ ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 300 ഗ്രാംസ് ആപ്പിളുണ്ടത്. ഇതിന് നന്നായി ഇളക്കി വിളയിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ആപ്പിളൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സ്റ്റേജ് ആകുമ്പോഴേക്കും ഫ്ലെയിം വീണ്ടും ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റി ഇളക്കി കൊടുത്ത് വിളയിച്ചെടുക്കാം. ഈ ആപ്പിൾ ചേർക്കുന്ന സമയത്ത് കാരമൽ ഒന്ന് കട്ട പിടിക്കും. അത് സാരമില്ല, അത് ഈ ആപ്പിൾ തണുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇനി ഇത് ഇളക്കി ആപ്പിൾ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആ കൂടത്തിൽ കാരമലും ഉരുകി വന്നോളും. 8 തൊട്ട് 10 മിനിറ്റ് വരെ എടുക്കും ആപ്പിൾ നന്നായി വേവായി കിട്ടാൻ. ആപ്പിളിലെ വെള്ളമെല്ലാം ഇറങ്ങി അത് വറ്റി ആപ്പിള് കാരമലുമായിട്ട് നന്നായി യോജിച്ച് ഈ ഒരു രീതിയിൽ വരും. ആപ്പിൾ കാരമൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കാം. ബട്ടറോ ഓയിലോ ബ്രഷ് ചെയ്ത് അടിഭാഗത്തും സൈഡിലും ബട്ടർ പേപ്പർ വയ്ക്കാം. 7 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു കേക്ക് ടിന്നിൻ്റെ ബേസിൻ്റെ അളവാണ് ആ കേക്ക് ടിന്നിൻ്റെ സൈസായിട്ട് പറയുന്നത്. ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ബേസ് 7 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ഹൈറ്റ് 2 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന കേക്കിന് 2 ഇഞ്ചിലും ഹൈറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിലിടുന്ന ബട്ടർ പേപ്പർ 3 ഇഞ്ച് ഹൈറ്റിലിടണം. അതായത് കേക്ക് ടിന്നിലും 1 ഇഞ്ച് മുകളിലോട്ട് ബട്ടർ പേപ്പർ ഉണ്ടായിരിക്കണം. ഈ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിന് പകരമായിട്ട് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനോ 8 ഇഞ്ചിൻ്റെ റൗണ്ട് പാനോ ഉപയോഗിക്കാം. ബട്ടർ പേപ്പർ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും കേക്ക് മാറ്റാം. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ബോളിലേക്ക് 1.5 കപ്പ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. വെയിറ്റ് 187 ഗ്രാംസ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ചേർത്ത കറുവാപ്പട്ടയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. കറുവാപ്പട്ടയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ചേർത്ത എല്ലാ പൊടികളും ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടിയാണിത്. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യം ഞാൻ അരിച്ചു വയ്ക്കുവാണ്. 3ാമതായിട്ട് അരിക്കുന്നത് ഡയറക്റ്റ് ബാറ്ററിലേക്ക് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുകയാണ്.
അതുകൊണ്ട് ഈ സമയത്ത് അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായി വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസ് അഥവാ 350 ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഈ കേക്ക് തയ്യാറാക്കാൻ അവൻ വേണമെന്ന് നിർബന്ധമില്ല. കുക്കറിലോ സോസ് പാനിലോ അലുമിനിയം ചെരുവത്തിലൊക്കെ ഈ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ചെയ്ത കേക്ക് റെസിപ്പികൾ ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അടുത്തതായി കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 150 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുക്കുന്നത്. ഇതിനി ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ബട്ടർ ഒത്തിരി ഹാർഡായിരിക്കരുത്, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് ഉരുകിയതുമായിരിക്കരുത്. പക്ഷേ സോഫ്റ്റ് ആയിരിക്കണം, എങ്കിലേ ബാറ്റർ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. ഇത് ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, വിസ്ക് കൊണ്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഒരുമിച്ച് ചേർക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഓരോ തവണയും പഞ്ചസാര ഇട്ടതിന് ശേഷം ഡയറക്റ്റ് അങ്ങ് ബീറ്റ് ചെയ്താൽ പഞ്ചസാര വല്ലാണ്ട് പറക്കും. അതുകൊണ്ട് സ്പാറ്റില കൊണ്ടോ ബീറ്റർ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് പഞ്ചസാരയും ബട്ടറും നന്നായി യോജിച്ച് നല്ലൊരു ക്രീം ടെക്സ്ചർ ആവണം. ഈ രീതിയിൽ നല്ല ക്രീമി ആയിട്ട് വന്നെങ്കിലേ കേക്ക് നല്ല സോഫ്റ്റും മോയിസ്റ്റുമായിട്ടിരിക്കത്തുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ സ്പാറ്റില കൊണ്ട് വശങ്ങളിൽ ഇരിക്കുന്നതൊക്കെ ഒന്ന് നടുവിലേക്ക് ആക്കി വീണ്ടും മിക്സ് ചെയ്യുക. ഞാനിവിടെ പല തവണയായിട്ട് മുഴുവൻ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. 3 മുട്ടയാണ് ചേർക്കുന്നത്. അത് ഓരോന്നായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ മുട്ട മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് മുട്ടവെള്ളം നന്നായിട്ട് അടിച്ചു പതപ്പിച്ച് ചേർക്കുവാണെങ്കിൽ കേക്ക് കൂടുതൽ ഫ്ലഫി ആയിരിക്കും. ഇതുപോലെ മുട്ട ചേർത്തങ്ങ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബട്ടറും മുട്ടയും തമ്മിൽ പിരിഞ്ഞതുപോലെ വരും. ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് കാണാം. പക്ഷേ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ വീണ്ടും ക്രീമി ടെക്സ്ചറിലേക്ക് വരും. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത മുട്ട ചേർക്കാം. സാധാരണ തണുത്ത മുട്ട ഉപയോഗിക്കുമ്പോഴാണ് ബാറ്റർ ഇതുപോലെ പിരിഞ്ഞു വരുന്നത്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാണ്. പക്ഷേ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് മുട്ടയ്ക്ക് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ പിരിഞ്ഞു വരുന്നത്. പിന്നെ ഈ രീതിയിൽ പിരിഞ്ഞു വരാൻ ഒരു കാരണം കൂടിയുണ്ട്. മുട്ട വെള്ളയും മഞ്ഞയും നമ്മൾ ഒരുമിച്ച് ചേർത്തിരിക്കുവാണ്. മുട്ട വെള്ളയിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ഈ ബട്ടറിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇത് ഈ രീതിയിൽ പിരിഞ്ഞു വരും. മുട്ടവെള്ളം നമ്മൾ സെപ്പറേറ്റ് പതപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ പിരിഞ്ഞു വരില്ല. ഇപ്പോഴീ പിരിഞ്ഞു വന്നത് കുറച്ച് സമയം ബീറ്റ് ചെയ്യുമ്പോഴേക്കും വീണ്ടും യോജിച്ച് ക്രീമി ടെക്സ്ചറിലേക്ക് വരും. അഥവാ ബീറ്റ് ചെയ്തിട്ടും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ യോജിച്ച് വരും. എന്നിട്ടും യോജിച്ച് വന്നില്ലെങ്കിൽ ഇനി നമ്മൾ പൊടി ചേർക്കുന്ന സമയത്ത് അത് യോജിച്ച് വരും. ഇപ്പോഴും 3 മുട്ടയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. വീണ്ടും ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് കൂടുതൽ മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ നമ്മൾ ചേർക്കുന്നത്. ഓയിൽ അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാറ്റർ കൂടുതൽ ക്രീമിയായി നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലേക്ക് ആകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിൽ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് തുടങ്ങാം. 2 പ്രാവശ്യം നമ്മൾ അരിച്ചു വെച്ചിരുന്നതാണ്. അത് കുറേശ്ശെയായി വീണ്ടും അരിച്ച് ബാറ്ററിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ രീതിയിൽ അരിച്ച് ചേർത്താൽ പൊടിക്കുള്ളിൽ നന്നായിട്ട് എയർ കയറും. കേക്ക് നല്ല ഫ്ലഫി ആയിരിക്കും. ഇനി ഇത് ബീറ്റർ കൊണ്ടോ സ്പാറ്റില കൊണ്ടോ മിക്സ് ചെയ്യാം. ഞാനിവിടെ ബീറ്റർ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിലിട്ട് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കുക. സ്പാറ്റില കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടി ചേർക്കുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ വീതമേ ചേർക്കാവുള്ളൂ. ഒരുമിച്ച് ചേർത്താൽ പ്രോപ്പറായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ പല തവണയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ 1.5 കപ്പ് പൊടിയിൽ 1 കപ്പ് പൊടിയും കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആപ്പിൾ ചേർക്കാം. ഇത് മുഴുവനായിട്ട് ചേർക്കരുത്, 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ആപ്പിൾ ക്യാരമൽ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ ചേർക്കാവൂ. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ശരിക്കും ബീറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. സ്പാറ്റില കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും.
ഇപ്പോൾ ആപ്പിൾ മുഴുവൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ബാക്കിയിരിക്കുന്ന പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബദാം ചേർക്കാം. ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വേണമെങ്കിലും ചേർക്കാം. ആൽമണ്ട് എക്സ്ട്രാക്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഒരു സ്പാറ്റിലയോ സ്പൂണോ യൂസ് ചെയ്ത് ബാറ്റർ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൂടി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആപ്പിൾ വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് കനം കുറച്ച് ചെറിയ സ്ലൈസസ് ആയിട്ട് ആപ്പിൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കണമെന്ന് നിർബന്ധമില്ല, താല്പര്യമുള്ളവർ വെച്ചാൽ മതി. ഇതുപോലെ ആപ്പിൾ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആവാൻ കൂടുതൽ സമയമെടുക്കും. ശരിക്കും ഈ കേക്കിൽ നമ്മൾ ആപ്പിൾ ക്യാരമൽ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ആപ്പിൾ മുകളിൽ വെക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ആപ്പിൾ വെച്ചാൽ ഇത് ബേക്കായി കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ആപ്പിൾ വെക്കാതെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നതെങ്കിൽ 50 മിനിറ്റിൽ ബേക്കായി കിട്ടും. ഇതേ രീതിയിൽ ആപ്പിൾ വെക്കുന്നുണ്ടെങ്കിൽ 60 തൊട്ട് 65 മിനിറ്റ് വരെ എടുക്കും കേക്ക് ബേക്കായി കിട്ടാൻ. പിന്നെ ഇതിൽ വെക്കുന്ന ആപ്പിളിൻ്റെ അളവനുസരിച്ച് ബേക്ക് ചെയ്യാനുള്ള സമയം മാറും. അതുകൊണ്ട് 50 മിനിറ്റ് തൊട്ട് കേക്ക് ബേക്കായെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്കിവിടെ ഒരു 65 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. 1 kg ആപ്പിൾ ആൽമണ്ട് കേക്കാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുത്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ച് കേക്ക് ടിന്നിൻ്റെ ചൂട് ചെറുതായിട്ട് മാറുമ്പോഴേ നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും കേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് കേക്ക് ടിന്നിൽ നിന്നും പൊക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മുറിക്കാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ആപ്പിൾ വെച്ച നടുഭാഗം സ്വല്പം ഒന്ന് കുഴിഞ്ഞിട്ടുണ്ട്. അത് ആപ്പിളിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. ആപ്പിൾ വെക്കുന്നില്ലെങ്കിൽ കുഴിഞ്ഞു പോകില്ല, പൊങ്ങി തന്നെ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് ഈവനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ മുഴുവൻ ആപ്പിൾ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ സെൻട്രൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. സൈഡ് ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാറ്റർ പൊങ്ങിയപ്പോൾ സൈഡിൽ പൊങ്ങി, സെൻട്രലിൽ ആപ്പിളിൻ്റെ വെയിറ്റ് കാരണം പൊങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈവനായിട്ട് ഫുള്ളി കവർ ചെയ്ത് ആപ്പിൾ വെക്കുവാണെങ്കിൽ ഈവനായിട്ട് പൊങ്ങിക്കിട്ടും. നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.